അപ്പം നമ്മുടെ തടമെല്ലാം നല്ലതുപോലെ ഒരുക്കിയിട്ടിരിക്കുകയാണ്. അപ്പം നല്ലതുപോലെ കൈയും കൊണ്ടും കൂടെ ഒന്നുകൂടെ ഒന്ന് ലെവലാക്കിയതിന് ശേഷം നടുക്കൊരു കുഴി എടുക്കുക. ഇനി നമ്മുടെ ഈ തയ്യനെ ഉണ്ടല്ലോ നമുക്ക് അതിനകത്തോട്ട് ആക്കി കൊടുക്കാം. ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കറിവേപ്പിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. കറിവേപ്പിനെ കുറിച്ചുള്ള വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നതായ ഒരു കമൻറ്റിന് മറുപടിയായിട്ടും അതുപോലെ കറിവേപ്പ് എങ്ങനെയാണ് നടുന്നതിനെ കുറിച്ചുള്ളതായ ഒരു വീഡിയോ ആണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഈ കമൻ്റ് എന്ന് വെച്ചാൽ അതിനകത്ത് ചോദിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വീട്ടിലുള്ളവർ കറിവേപ്പ് നട്ടാൽ അത് ദോഷമാണോ എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു ചോദ്യം കേട്ടപ്പോഴേ ഞാനും ഒന്ന് അമ്പരുന്നത്. എന്താണ് വീട്ടിലുള്ളവർ കറിവേപ്പ് നട്ടാൽ എന്താണ് കുഴപ്പം? അപ്പം നമുക്ക് വഴിയേ കാണാം, നമുക്ക് ഒരു കറിവേപ്പ് നമുക്ക് നമ്മുടെ പറമ്പിൽ നിന്ന് നമ്മൾ കിളച്ചെടുക്കുന്നതും അത് നടുന്ന രീതിയും. അപ്പം ഒരു വളർന്ന ഒരു കറിവേപ്പിനെ നമ്മൾ എങ്ങനെ സംരക്ഷിക്കണമെന്നും ഒക്കെ ഉള്ളതായ ഒരു വീഡിയോ ആണ്. അപ്പം നമുക്ക് തുടങ്ങാം. അപ്പം നമുക്ക് വീട്ടിലുള്ള അത്യാവശ്യം എല്ലാ മരങ്ങളും നമ്മൾ വീട്ടിലുള്ളവർ തന്നെയാണ് നട്ടുപിടിപ്പിക്കുന്നത്. അപ്പോൾ ഈ കറിവേപ്പിന് മാത്രം എന്താണ് ഈ പ്രശ്നം? നമ്മുടെ കറിവേപ്പ് നട്ടുപിടിപ്പിക്കുന്നുണ്ട്, യാതൊരു കുഴപ്പവും നമ്മുടെ വീട്ടിലുള്ളവർക്ക് സംഭവിക്കത്തില്ല, നടുന്നവർക്ക് സംഭവിക്കത്തില്ല. എല്ലാവരും ഈ നട്ടുപിടിപ്പിക്കാൻ പറ്റാത്തവരൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിലുള്ളവർ തന്നെ നടുക, വേറെ ആരും അത് നട്ടു തരത്തില്ല. അപ്പം നമ്മൾ സ്വന്തമായിട്ട് നടാനായിട്ട് ശ്രമിക്കുക. നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ കീടനാശിനിയൊക്കെ തളിച്ച് വരുന്ന ഒന്നാണ് ഈ കറിവേപ്പില എന്ന് പറയുന്നത്. അപ്പം മലയാളികൾക്ക് ഒഴിവാക്കാനാവാത്ത ഒരു ഇലയാണ് എന്താണ് ഈ കറിവേപ്പില. എല്ലാ ഭക്ഷണത്തിലും നമ്മൾ കടു വറക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇലയാണ് കറിവേപ്പില എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും എല്ലാ വീട്ടിലും, എല്ലാ മലയാളീസിൻ്റെ വീട്ടിലും ഒരു കറിവേപ്പ് തൈ നമ്മൾ നട്ടിരിക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നടുന്നതെന്ന് നോക്കാം. നമുക്ക് തുടങ്ങാം. അപ്പം നമ്മുടെ പറമ്പിൻ്റെ ഏതെങ്കിലുമൊക്കെ കോണിൽ കാക്കയോ അതുപോലെ വവ്വാലോ ഒക്കെ അടിച്ചിടുന്നതായ അല്ലെ കൊണ്ടിടുന്നതായ ഈ തൈകൾ, കറിവേപ്പിൻ്റെ തൈകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അത് നമുക്ക് നല്ല സ്ഥലത്തെല്ലാം നിൽക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു സ്ഥലത്ത് നമ്മൾ അത് കൊണ്ടുവന്ന് നടണം. അപ്പോൾ അങ്ങനെ കാട്ടിലോട്ട് നിൽക്കുന്നതായ ഒരു കറിവേപ്പൻ തൈയാണ് എൻ്റെ ഇവിടെ നിന്നാൽ ഇത് ശരിയാവത്തില്ല. നമ്മുടെ ആട്ടും കൊച്ചുങ്ങളൊക്കെ അതിനെ റെഡിയാക്കും. അപ്പോൾ അതിനെ അവിടെ നിന്ന് പൊക്കുകയാണ്. അപ്പോൾ നമുക്ക് നല്ലതുപോലെ അതിൻ്റെ വേര് പോകാത്ത രീതിയിൽ എടുക്കാം. അപ്പോൾ അതിനെ നല്ലതുപോലെ കിളച്ച് നമ്മളതിൻ്റെ വേര് പോകാത്ത രീതിയിൽ അവിടുത്തെ മണ്ണോടുകൂടി നമുക്കിന് എടുക്കാം. അപ്പോൾ നമ്മളതിനെ വേരോടുകൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു കുഴി ഒഴിച്ചിട്ട് അതിനെ എങ്ങനെയാണ് നടുന്നതെന്ന് നോക്കാം. അപ്പം നമ്മൾ കറിവേപ്പ് നടാനായിട്ട് നല്ലൊരു സ്ഥലം തിരഞ്ഞെടുക്കുക. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ ഞാനിവിടെ പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ആയതുകൊണ്ട് അത്യാവശ്യം വെള്ളമൊക്കെ ഇവിടെ എപ്പോഴും വീഴുന്നതാണ്. അപ്പോൾ നല്ല നനവും ഒക്കെ ആയിട്ട് കിടക്കുന്ന ഒരു തറയാണേ. അപ്പോൾ അതിനകത്ത് നല്ലൊരു തടം ഞാനങ്ങ് എടുക്കാൻ പോവാം. അപ്പം നമ്മൾ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചാൽ അത് നിൽക്കത്തക്ക രീതിയിൽ ഒരു തടം എടുക്കുക. നല്ലൊരു തടം എടുത്തിട്ടുണ്ട്. ഈ തടമെന്ന് പറഞ്ഞാൽ മണ്ണ് നല്ലതുപോലെ ഇളക്കമുള്ളതായിരിക്കണം. കണ്ടോ, കിളച്ചാതല്ല, നല്ല പദമുള്ള കല്ലുംപുറം ആയിരിക്കരുത്, നല്ല മണ്ണിളക്കമുള്ള തറയായിരിക്കണം. കണ്ടോ. ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് വളം ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് ഞാൻ എടുത്തിരിക്കുന്നത് ഇപ്പോൾ ചാണകം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ വളമെല്ലാം നമ്മുടെ വീട്ടിലുള്ള ആയതുകൊണ്ട് ഞാനിത് 3 ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ എടുത്തിരിക്കുന്നത് ചാണകം എടുത്തിട്ടുണ്ട്, നമ്മുടെ ആട്ടും കാഷ്ടമുണ്ട്, അതുപോലെ കുറച്ച് കോഴിവളം കിടന്ന് അതെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സ്വല്പം വേപ്പിൻ പിണ്ണാക്കും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് ഈ കുഴിക്കകത്തോട്ട് ഇടാം. ഇനി ഈ വളങ്ങളില്ലാത്തവരെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ കമ്പോസ്റ്റൊക്കെ ഉണ്ടല്ലോ, വീട്ടിലെ കമ്പോസ്റ്റ് വെച്ചിട്ട്, വേസ്റ്റ് വെച്ചിട്ട് കമ്പോസ്റ്റൊക്കെ ഉണ്ടാക്കുന്നവരുണ്ട്. അതുപോലെ ചാണകപ്പൊടി വാങ്ങിച്ച് വെച്ചേക്കുന്നവർ കാണും. അങ്ങനെ കയ്യിലുള്ള ഏത് വളമാണോ ആ വളം നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ തൈയൊക്കെ നടുമ്പോഴും ഇപ്പം എല്ലുപൊടിയൊന്നും ഇട്ട് കൊടുക്കണ്ട. കുറച്ചുകൂടെയൊക്കെ കഴിഞ്ഞ് വളർന്നതിന് ശേഷം എല്ലുപൊടി ഇട്ട് കൊടുത്താൽ മതി. അത് ഏത് പരുവത്തിലാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് കുറച്ചിനകത്തോട്ട് ഇടാൻ പോവുകയാണ്. കുറച്ച് ഇതിനെടുത്തതിൻ്റെ കുറച്ച് ഭാഗം ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്നും കൂടെ നമുക്ക് നല്ലതുപോലെ അറിഞ്ഞു കൊടുക്കണം. ഇനി ഒരു കറിവേപ്പ് നടാത്ത ആരും കാണരുത്. ഇത്രയും പ്രാവശ്യം ഞാൻ ഇതിൻ്റെ വീഡിയോ ഒക്കെ കാണിച്ചിട്ടുള്ളതാണ്. അപ്പം നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം തന്നെ കുറേ പേര് കറിവേപ്പൊക്കെ നട്ടിട്ടുണ്ട്. പിന്നെ ഒരു ദോഷമെന്ന് പറഞ്ഞാൽ കറിവേപ്പ് അങ്ങോട്ട് നട്ട് 4 ഇല വരുമ്പം തന്നെ അങ്ങ് കടു വറക്കാനായിട്ട് ഓടി ചെന്നങ്ങ് പിച്ചിക്കളയും. അതുകൊണ്ടാണ് നമുക്ക് കറിവേപ്പ് നന്നായി വരാത്തത്.
അപ്പം നമ്മുടെ തടമെല്ലാം നല്ലതുപോലെ ഒരുക്കിയിട്ടിരിക്കുകയാണ്. അപ്പം നല്ലതുപോലെ കൈയും കൊണ്ടും കൂടെ ഒന്നുകൂടെ ഒന്ന് ലെവലാക്കിയതിന് ശേഷം നടുക്കൊരു കുഴി എടുക്കുക. ഇനി നമ്മുടെ ഈ തൈയിനെ ഉണ്ടല്ലോ നമുക്ക് അതിനകത്തോട്ട് ആക്കി കൊടുക്കാം. നമ്മുടെ തൈയിനെ നമ്മളതിനകത്ത് നട്ട് കഴിഞ്ഞു. ഇപ്പം നമ്മൾ കറിവേപ്പ് നട്ട് കഴിഞ്ഞു. പെട്ടെന്നൊന്നും ഇതിനകത്തുനിന്ന് ഇല പിച്ചി എടുത്തേക്കരുത്. നല്ലതുപോലെ വളർന്നതിന് ശേഷം 1 വർഷം കഴിഞ്ഞ് ഇതിനകത്ത് ഞാൻ ഇല പിച്ചു എന്നുള്ളൊരു തീരുമാനത്തിൽ വേണം നമ്മൾ കറിവേപ്പ് നടാനായിട്ട്. പിന്നെ ഇനി ഇതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നട്ട് നമ്മൾ എന്നും ഇതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കണം അതിൻ്റെ ചുവട്ടിൽ. ഇപ്പം നമ്മുടെ നട്ടതായ കറിവേപ്പിന് കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കുക. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഇങ്ങനെ ആരോ പറയുന്നുണ്ടായിരുന്നു, മെക്കയുടെ ദിശയിലോട്ട് നോക്കിയിട്ട് ദുആ ചെയ്താൽ കറിവേപ്പ് കിളിക്കുമെന്ന്. അതൊക്കെ അവനവൻ്റെ വിശ്വാസമാണ്, വിശ്വാസമല്ലേ എല്ലാം, അല്ലേ? അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ നട്ടിട്ട് പ്രാർത്ഥിക്കാതിരിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്നാലും പ്രാർത്ഥനയോടുകൂടി വെച്ചാൽ, എന്തും പ്രാർത്ഥനയോടുകൂടി വെച്ചാൽ അതിനെന്തായാലും ഫലം കിട്ടിയിരിക്കും. ഇത് കുറച്ചും കൂടെ വളർന്ന ഒരെണ്ണത്തിനെ ഞാൻ കാണിച്ചു തരാം. ഇതും ഞാൻ ഇതേപോലെ നട്ട ഒരു കറിവേപ്പാണേ. ഇത് കണ്ടോ? ഇതിപ്പം നമ്മുടെ പറമ്പിൻ്റെ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ ഞാനിങ്ങനെ എടുത്തുകൊണ്ട് വന്ന് നല്ല സ്ഥലത്ത് കൊണ്ടുവന്ന് വെക്കുന്നതാണ്. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ നിന്നാൽ ആരെങ്കിലും വന്ന് കറിവേപ്പില ചോദിക്കുമ്പോൾ നമുക്ക് കൊടുക്കാമല്ലോ. അപ്പോൾ ഒരു 7 എണ്ണം ഞാൻ 2016 നോർത്തിൽ നിന്നൊക്കെ വന്നതിന് ശേഷം നട്ടിട്ടുണ്ട്. നല്ല ആരോഗ്യത്തോടുകൂടിയാണ് വളർന്നു നിൽക്കുന്നത്. നമ്മുടെ കറിവേപ്പിനെ കുറിച്ചൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ കുറേ നാളിന് മുമ്പ് കറിവേപ്പിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു 17 ലക്ഷത്തോളം ആൾക്കാരത് കണ്ട് കഴിഞ്ഞ ഒരു വീഡിയോ ആണ്. നല്ലൊരു അടിപൊളി വീഡിയോ ആണ്. അത് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കണം. നാരങ്ങ വെച്ചിട്ടുള്ളൊരു പ്രയോഗമാണ്. അപ്പോൾ ആ ഒരു പ്രയോഗം നിങ്ങൾ കണ്ടതിന് ശേഷം ഈ തൈകൾക്കൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ വലിപ്പത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അതുപോലെ തന്നെ ഐ ബട്ടണിലും ഒക്കെ കൊടുത്തേക്കാം. നിങ്ങളൊന്ന് കാണുക, എന്നിട്ട് അതേപോലെ ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇനി ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇതിനകത്താണ്ട് ഒറ്റ കമ്പായിട്ടാണ് വളർന്നു വരുന്നത്, കണ്ടോ? ഇപ്പം ഇത് ഒറ്റ കമ്പായിട്ടാണ് വളർന്നു വരുന്നത്. ഇതിന് ഇതുവരെയും ശിഖരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം നമുക്ക് ഇതിനകത്ത് ശിഖരങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ മണ്ടയൊന്ന് നുള്ളി കൊടുക്കണം. ഇപ്പം കുറച്ച് ഭാഗം എടുത്തിട്ട് അതിൻ്റെ മണ്ട നമുക്കൊന്ന് നുള്ളി കൊടുക്കാം. അപ്പോൾ ഇത്രയും ഞാനങ്ങ് നുള്ളി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് ശിഖരങ്ങളൊക്കെ പൊട്ടി വരും. അപ്പം നമുക്ക് ഇതിനകത്ത് ഇനി ശിഖരം പൊട്ടിച്ചിട്ടങ്ങ് പോകുമല്ല, ഇതിനകത്ത് ഇനി വീണതായ കുറച്ച് വളങ്ങളും വെള്ളമൊക്കെ കൊടുത്തിട്ട് നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ കറിവേപ്പിൻ്റെ ചെവിടുണ്ടല്ലോ, നമുക്ക് ചെറുതായിട്ടൊന്ന് മണ്ണ് ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പം 4 ചുറ്റിനും മണ്ണൊക്കെ ഒന്ന് ഇളക്കി മാറ്റി കൊടുക്കുക. നമ്മളിങ്ങനെ ഒരു കൊച്ചു കൊത്തിയെന്ന് കരുതി അതിൻ്റെ വേരിനങ്ങൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ചെവിട്ടിലും ഇതേപോലെ ഒന്ന് മണ്ണിളക്കി കൊടുത്തേക്കാം. ഇനി നമ്മുടെ ഇരിക്കുന്ന എന്ത് വളം വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്നതായ ചാണകവും അതുപോലെ തന്നെ ആട്ടിൻകാഷ്ടം, കോഴിക്കാഷ്ടം, വേപ്പൻ പിണ്ണാക്ക് എല്ലാം ഇതിൻ്റെ ചുറ്റിനും അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിലർക്കൊക്കെ മാത്രമേ ഉള്ളൂ കേട്ടോ ഒരു കറിവേപ്പൊക്കെ പിടിച്ചെടുക്കാൻ ഭയങ്കര പ്രയാസം. ചിലവർക്കാണെങ്കിൽ പെട്ടെന്ന് വിളിച്ചു വരിക. അവർക്ക് പ്രത്യേകിച്ച് വളമൊന്നും ഇട്ട് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് വളമൊന്നും ഇടേണ്ട കാര്യമൊന്നുമില്ല. അവരിഷ്ടം പോലെ അങ്ങ് പിടിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഉണ്ടല്ലോ കുറച്ച് എല്ലുപൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു പിടി എല്ലുപൊടിയും കൂടെ ദൂരെ മാറ്റി ഇട്ട് കൊടുക്കാം. ഇത്രയും വളം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ എല്ലുപൊടിയൊക്കെ നമുക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. കൃഷിഭവനിൽ ഒരു സ്കീം ഉണ്ടായിരുന്നു. 500 രൂപ അടയ്ക്കുമ്പോൾ 2000 രൂപയുടെ വളം കിട്ടുന്ന സ്കീമുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്കും ഇതേപോലെ നിങ്ങളുടെ കൃഷിഭവനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുകയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോ സ്കീമൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് വളങ്ങളൊക്കെ മേടിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ അവർ നോട്ടീസ് അടിച്ചൊന്നും ഇറക്കത്തില്ല. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ കൃഷിഭവനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുകയെന്നുണ്ടെങ്കിൽ ചെന്ന് ചോദിക്കുകയെന്നുണ്ടെങ്കിൽ കരമടച്ച റെസിപ്റ്റും നമ്മുടെ ആധാർ കാർഡിൻ്റെ കോപ്പിയൊക്കെ കൊണ്ടു കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ പേര് അവിടെ രജിസ്റ്റർ ചെയ്യും. അപ്പോൾ നമ്മളെ വിളിക്കും അവർ. അപ്പോൾ നമുക്ക് ആ വളമൊക്കെ കിട്ടും. അപ്പോൾ നമ്മുടെ കൃഷിക്കൊക്കെ നമുക്ക് വലിയ ചിലവില്ലാത്ത രീതിയിൽ നമുക്ക് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി എല്ലുപൊടി ഇട്ട് കൊടുത്തു. ഇനി കുറച്ച് കരിയിലപ്പൊടിയും കൂടെ അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് കുറച്ച് കരിയിലപ്പൊടിയാണ്, പൊടിഞ്ഞു കിടക്കുന്ന കരിയിലയാണ്. ഇതെന്ന് വെച്ചാൽ നമ്മൾ ചാക്കിനകത്ത് വാരി വെച്ചിരുന്നാലും മതി. നമ്മൾ മിറ്റമൊക്കെ അടിച്ച് വരുമ്പോഴൊക്കെ കിട്ടുന്ന കരിയിലയൊക്കെ ഒരു ചാക്കിനകത്ത് വാരി വെച്ചിരുന്നാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇരുന്ന് അങ്ങ് പൊടിഞ്ഞോളും. അപ്പോൾ അതൊക്കെ നമുക്ക് ഗ്രോ ബാഗിൽ നിറയ്ക്കുകയോ ചെടിയുടെ
മൂട്ടിലൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കാനും ഒക്കെ നല്ലതാണ്. പുതയായിട്ടങ്ങ് കിടക്കും, നല്ലൊരു കമ്പോസ്റ്റായിട്ട് മാറുകയും ചെയ്യും. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മണ്ണ് അടുപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അതിൻ്റെ ചുവട്ടിൽ നിൽക്കത്തക്ക രീതി വേണം നമ്മൾ മണ്ണ് അടുപ്പിക്കാനായിട്ട്. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. 2 നേരം നനയ്ക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ചുവട് എപ്പോഴും ഒരു നനവിന് ഉണ്ടായിരിക്കണം. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ എന്ത് വെള്ളം വേണമെന്നുണ്ടെങ്കിലും എന്ന് വെച്ചാൽ പിന്നെ നമ്മൾ പാത്രം കഴുകുന്ന വെള്ളം, അതേ സോപ്പില്ലാത്ത വെള്ളം കൊണ്ടൊന്ന് ഒഴിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നമ്മൾ അരി കഴുകുന്ന വെള്ളം, മീൻ കഴുകുന്ന വെള്ളം, ഇറച്ചി കഴുകുന്ന വെള്ളം, ഇങ്ങനെ എല്ലാ വെള്ളങ്ങളും നമ്മുടെ ഈ കറിവേപ്പിന് നല്ലതാണ്. ഇനി അടുത്തൊരു മാസം നമ്മൾ ഇതിൻ്റെ ചുവടൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ചുകൂടെ വളമൊക്കെ ഇട്ട് കൊടുക്കാമെന്നുണ്ടെങ്കിൽ നല്ലവണ്ണം വളർന്നു വരും. ഇങ്ങനെ ഓരോ മാസത്തിൽ ഒരു 3-4 മാസം അങ്ങനെ ചെയ്ത് കൊടുക്കാമെന്നുണ്ടെങ്കിൽ നല്ല പുഷ്ടിയായിട്ട് നമ്മുടെ കറിവേപ്പ് വളർന്നു വന്നോളും. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ആർക്കും ഒരു കറിവേപ്പ് ഈസി ആയിട്ട് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ഈ പിന്നെ കറിവേപ്പിൻ്റെ ഇലകളൊക്കെ കണ്ടില്ല, നല്ല ആരോഗ്യത്തോടാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് വളപ്രയോഗം ചെയ്ത് കൊടുക്കുക. പിന്നെ അതിന് ശേഷം കുറേ പേർക്കുണ്ട് അതിനകത്ത് ഇലപ്പുള്ളി രോഗങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടെന്നൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഇലകളെയൊക്കെ നമ്മൾ ആ കൊമ്പ് കുറച്ചങ്ങ് കട്ട് ചെയ്ത് മാറ്റിക്കളയുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ വെള്ളമൊക്കെ തളിച്ചു കൊടുക്കുമ്പോൾ നല്ല പുതിയ കൊമ്പുകളൊക്കെ വന്നോളും. പിന്നെ ആവശ്യമില്ലാത്ത കീടനാശിനികളൊന്നും നമ്മുടെ കറിവേപ്പിനെ തളിക്കേണ്ട കാര്യമില്ല. പിന്നെ ചില സമയങ്ങളിൽ ചൂട് സമയത്തും മഴക്കാല സമയത്തും ഒക്കെ ചില രോഗങ്ങൾ ഈ ഇലയ്ക്കകത്ത് കറിവേപ്പിന് ഉണ്ടാകാറുണ്ട്. പിന്നെ ഈര് പോലെയുള്ളതായ ഒരു പ്രാണി ഇതിനകത്ത് വന്നിരിക്കും. അതിനകത്ത് ഞാൻ കഴിഞ്ഞ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ട്, അതിനകത്ത് കുമ്മായം സ്വല്പം എടുത്തിട്ട് നനച്ച് ആ തണ്ടലൊന്ന് തേച്ചാൽ ആ പ്രാണിയൊക്കെ അങ്ങ് മാറിക്കിട്ടും. ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അപ്പം ഇങ്ങനെയൊക്കെ ഞാൻ വളർത്തിയ കറിവേപ്പിന് ഇനി ഒന്നുകൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. എൻ്റെ വലിയ കറിവേപ്പുകളെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് എൻ്റെ പഴയ കറിവേപ്പ് എന്ന് പറയുന്നത്. ഇപ്പം ഇവിടെ 5-6 മൂട് ഞാൻ നട്ടിട്ടുണ്ട്. എല്ലാം നല്ല പച്ചപ്പൊടി. വേനലിൽ നിൽക്കുന്നതാണെന്ന് പറയത്തേ ഇല്ല, കണ്ടാൽ അത്രമാത്രം നല്ലതുപോലെയാണ് നിൽക്കുന്നത്. അപ്പം നമ്മളിതിൻ്റെ വളപ്രയോഗമൊക്കെ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള വീഡിയോ ആണ്. അപ്പം ഇതേപോലെ നമ്മൾ കറിവേപ്പൊക്കെ ഈ കുഞ്ഞു പ്രായത്തിൽ നമ്മൾ കിട്ടുന്നതായ കറിവേപ്പിനെയൊക്കെ ഇതേപോലെ നട്ടുപിടിപ്പിക്കുകയെന്നുണ്ടെങ്കിൽ ഇതേപോലുള്ളതായ നല്ല ഇനം കറിവേപ്പൊക്കെ നമുക്ക് നമ്മുടെ മുറ്റത്ത് ഇങ്ങനെ പന്തലിച്ചിങ്ങനെ അങ്ങ് നിന്നോളും. കണ്ടില്ലേ? അപ്പം നിങ്ങളെല്ലാവരും കൃഷിയും ഗാർഡനും അതേപോലെ തന്നെ കറിവേപ്പിൻ്റെ കൃഷിയും എല്ലാം നിങ്ങൾ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ഒരു പോസിറ്റീവ് എനർജി, നമ്മുടെ ശരീരത്തിനൊക്കെ ഒരു ശക്തിയും ബലവും ഒരു പോസിറ്റീവ് എനർജിയൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മുടെ സ്വന്തം കറിവേപ്പിലയൊക്കെ പിച്ച് നമ്മളൊന്ന് കറിയിലൊക്കെ ഇടുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റുമാണല്ലോ. അപ്പോൾ ഇതേപോലെയൊക്കെ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യണം. നിങ്ങൾക്ക് വിത്തുകളെ ഗ്രോബകളൊക്കെ ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ വെബ്സൈറ്റായ minisLifestyle.com ഒന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ നല്ല ഇനം വിത്തുകളും അതുപോലെ ഗ്രോബാഗും ഒക്കെ വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജായ മിനീസ് ലൈഫ് സ്റ്റൈൽ ഒന്ന് ഫോളോ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എൻ്റെ വീഡിയോസൊക്കെ യഥാസമയം കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.